കപ്പ ഉണ്ടാക്കിയാലോ? അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ കപ്പ നല്ല തൊലിയൊക്കെ കളഞ്ഞ് കേക്ക് വൃത്തിയാക്കി കുക്കറിൽ കട്ടൊക്കെ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് 3 വിസിലടിക്കണ വരെ കുക്കർ ഒന്ന് അടച്ചിട്ട് വെയിറ്റ് ചെയ്യാം. 3 വിസിലൊക്കെ അടിച്ച് നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാൽക്കപ്പയിലോട്ട് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ തേങ്ങാപ്പാൽ അടിച്ചെടുത്തിട്ടുണ്ട്. പാൽക്കപ്പയിലോട്ട് നമുക്ക് ചതവ് ആവശ്യമുണ്ട്. അതിനായി നമ്മൾ എടുക്കാൻ പോകുന്നത് 2 മുളകും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഇത് നമുക്ക് അടിച്ചെടുക്കാം. നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. നമ്മുടെ കപ്പയൊക്കെ വെന്ത് വെള്ളമൊക്കെ നമ്മൾ ഊറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊരു വേറെ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. നേരത്തെ എടുത്തു വെച്ച തേങ്ങാപ്പാൽ നമ്മൾ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ കപ്പൊന്ന് നമുക്ക് തിളക്കുന്ന വരെ ഗ്യാസിൽ നിന്ന് വെക്കാം. ഇത് നമുക്ക് തേങ്ങാപ്പാലിലൊന്ന് വേവട്ടെ. ഇനി നേരത്തെ എടുത്തു വെച്ച ചതവൊന്ന് നമുക്ക് ഇതിലോട്ടൊന്നിടാം. കപ്പയിലോട്ട് നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കണം. അതിനായി നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കരിവേപ്പാട്ടോ. കരിവേപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കപ്പയിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് പാൽക്കപ്പയിലോട്ട് ചിക്കൻ കറി കേട്ടോ. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കണേ. എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് അടിക്കാൻ മറക്കരുത്. ബൈ.